ഡോക്ടർ ഗോവൻ ഞങ്ങൾ തീയരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഗോവൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എൻ്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം എന്ന് മാത്രമാണ്. ഒന്ന്, ഈ ചർച്ചയിൽ 5 പേരുണ്ട്. ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു ഹിന്ദു തീവ്രവാദത്തിന്റെ പ്രതിനിധി, ഒരു ഇസ്ലാം തീവ്രവാദത്തിന്റെ പ്രതിനിധി, പിന്നെ ഡോക്ടർ പി കെ ഗോപൻ ഈ രൂപത്തിൽ അതിഥികളെ അപമാനിക്കാൻ അങ്ങേക്ക് പറ്റില്ല, അത് ചെയ്തുകൂടാ. മാധ്യമപ്രവർത്തകൻ ശ്രീ എൻ പി ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടാണ് എന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സംസാരിക്കാൻ സമ്മതിക്കുന്നത് നിങ്ങൾ അടക്കിയ ഇടപെടുന്ന നിങ്ങൾ കുറെ നേരമായിട്ടല്ല ഈ വാചം അടിക്കുന്നത്. ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയണം. അങ്ങ് അധിക്ഷേപിച്ച സ്ഥിതിക്ക് ശ്രീ എൻ പി ചേക്കുട്ടിക്കും സംസാരിക്കാൻ, അദ്ദേഹം പറഞ്ഞത് കേട്ട ശേഷം പോകുക, അതാണ് അതിന്റെ ഒരു മര്യാദ. ശ്രീ എൻ പി ചേക്കുട്ടി അങ്ങയെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ അങ്ങയുടെ മൊത്തം ഐഡന്റിറ്റി ഇപ്പോൾ പറയേണ്ട ഒരു സ്ഥിതി കൂടിയാണ്. പറഞ്ഞേക്കോ, ഒന്ന് അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ. ഹെഡ്സെറ്റ് ഊരിപ്പോയാലും അങ്ങേക്ക് കാണാമല്ലോ, ഇനി കേൾക്കാമല്ലോ. അതിനൊരു മര്യാദ കാണിക്കൂ ശ്രീ ഗോപൻ. കേട്ടിട്ട് പോകും. ഡോക്ടർ ഗോവൻ ഞങ്ങൾ തീയരെയൊക്കെ ഇസ്ലാമിസ്റ്റുകളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ പോണ്ടി വരുമോ എന്ന് മാത്രമാണ്. ഗോവൻ സാർ ഞങ്ങളെ ഒന്നും സഹായിക്കാൻ, ഞങ്ങൾ പാവപ്പെട്ട തീയന്മാരാണ്. എൻ്റെ അച്ഛൻ തീയനായിരുന്നു, അമ്മ തീയത്തിയായിരുന്നു. അതുകൊണ്ട് ദയവായിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കണം.